പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. എങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ, കർത്താവായ യേശു ക്രിസ്തു മോശയെക്കാട്ടിലും ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുകയായിരുന്നു. എങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, കർത്താവിന്റെ മിനിസ്ട്രി എങ്ങനെ അഹരോന്യ മിനിസ്ട്രിയെക്കാട്ടിലും ശ്രേഷ്ഠമായിരുന്നു എന്നുള്ള ആ വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അഹരോനും യേശുക്രിസ്തുവിനെ പോലെ മോശ ആദ്യം വാഗ്ദത്തം ചെയ്തായിരുന്നു. ദിനവൃത്താന്ത പുസ്തകത്തെ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞായിരുന്നു, എന്നെ പോലെ ഒരു വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർപ്പിക്കും, ഒരു പ്രവാചകനെ, ഇല്ലേ, കർത്താവിനെ കുറിച്ച്. അതുപോലെ അഹരോനും കർത്താവും പിതാവായ ദൈവം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചതാണ്. Both were called by God and appointed as high priests, and they were compassionate. കർത്താവ് അഹരോന് അനേക ബലഹീനതകൾ ഉണ്ടായിരുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു പാപമൊഴികെ അല്ലെ ബാക്കി എല്ലാ വിഷയത്തിലും പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു, ഇല്ലേ. അതുകൊണ്ട് എന്താണ്, കർത്താവിന് നമ്മളോട് ദയ തോന്നാനിടയാകുന്നുണ്ട്, ഇല്ലേ. കാരണം കർത്താവിന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ അവസ്ഥ, ഇല്ലേ, നമ്മുടെ ബലഹീനത മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കരുണയുള്ള നല്ല ശ്രേഷ്ഠ പുരോഹിതനാണ് എന്നാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ശ്രേഷ്ഠ പുരോഹിതനും അപ്പോസ്തോലനും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തോലന്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മെസ്സേജ് മനുഷ്യരിലേക്ക് കൊണ്ടുവരിക, ദൈവത്തെ മനുഷ്യരിലേക്ക് കൊണ്ടുവരിക. ഉദാഹരണത്തിന് പൗലോസ് അപ്പോസ്തോലൻ എങ്ങനെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു വേർതിരിച്ചിട്ട് എങ്ങനെ പൗലോസ് അപ്പോസ്തോലന് ജാതികൾക്കുള്ള ഉപദേശം, ജാതികളുടെ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്തിട്ട് ദൈവം പൗലോസിനെ അയക്കുക, ഗോ എമംഗ് ദ ജെന്റൈൽസ്, ജാതികളുടെ ഇടയിൽ പോവുക, ഇല്ലേ. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ദൈവത്തിലേക്ക് പ്രസന്റ് ചെയ്യുക, മനുഷ്യരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക, അല്ലേ. പുരോഹിതന്മാർ മനുഷ്യരുടെ പാപയാഗങ്ങൾ ഒക്കെ പാപ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങളെ അർപ്പിച്ചിട്ട് മനുഷ്യരെ അവരെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവരിക. ഇത് രണ്ടും കർത്താവായ യേശു ക്രിസ്തു ചെയ്തു, അല്ലേ. അതുകൊണ്ടാണ് ഹെബ്രായർക്കെഴുതിയ ലേഖന കർത്താവ് പറയുന്നത്, ക്രിസ്തു ശ്രേഷ്ഠ പുരോഹിതനും നമ്മുടെ അപ്പോസ്തോലനുമാണ് എന്ന്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യത്തെക്കാട്ടിലും ശ്രേഷ്ഠമാണ്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഹെബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1 തൊട്ട് 10 വരെ ഉള്ള വാക്യം നമ്മൾ വായിക്കാം. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കു വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ.
അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം വിളിച്ച് വേർതിരിച്ച് അപ്പോയിന്റ് ചെയ്തതാണ് അഹരോനെ. അതുപോലെ പിതാവായ ദൈവം പുത്രനെയും വേർതിരിച്ച് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ തന്നെ നമ്മൾ മുമ്പ് കേട്ടതുപോലെ കർത്താവും അനേക രോഗം ശീലിച്ചവനായിരുന്നു, ഇല്ലേ? കർത്താവ് ഈ ശരീരത്തിൽ കർത്താവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് കാണിക്കുന്ന ഒരു വാക്യമാണ്, ഇല്ലേ? താൻ ഭയപ്പെട്ട്, ഇല്ലേ, തനിക്ക് ഭയമുണ്ടായിരുന്നു തൻ്റെ ജഡത്തിൽ ആയിരുന്നപ്പോൾ, ഇല്ലേ, നിലവിളികളോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇല്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നിറവേറണം, അല്ലേ എന്ന് കർത്താവ് തൻ്റെ ഈ ശരീര ജീവിതത്തിൽ കർത്താവ് പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വാക്യം തെളിയിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവായ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനാണ്. നമുക്ക് ആ ഒരു വിഷയം നമ്മൾ വരുന്നതിന് മുൻപ് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ യു. ആ ഒരു വാക്യത്തെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കതിനെക്കുറിച്ച് നമുക്ക് ഹെബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 19 തൊട്ട് 20 വരെയുള്ള വാക്യത്തിലും നമുക്കൊന്ന് കാണാം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, ആ അറ്റോൺമെന്റ് ദിവസത്തിൽ മഹാപുരോഹിതൻ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥല തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകും. എന്നിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ദൈവം ആ യാഗം, ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മഹാപുരോഹിതൻ തിരശീലയ്ക്ക് ഇപ്പുറത്ത് കടന്നു വന്നിട്ട് ജനത്തോട് എന്ത് പറയും? നമ്മുടെ റിഡംഷനായി, നമ്മുടെ വീണ്ടെടുപ്പായി ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിച്ചു എന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം തിരശീലയ്ക്ക് മുന്നോടിയായിട്ട്, ഫോർ റണ്ണറായിട്ട്, മുന്നോടിയായിട്ട് തിരശീലയ്ക്ക് അപ്പുറം കടന്നു ചെന്നിട്ട് ഇനിയും വീണ്ടും കടന്നു വരും. ഏതാ 2-ാം വരവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഒലിവ്മലയിൽ വരുമ്പോൾ ഇസ്രായേലിന് വേണ്ടിയുള്ള, ഇസ്രായേൽ ഗ്രഹത്തിന് വേണ്ടിയുള്ള ആ പാപപരിഹാര ദിവസം ഏതാ? അന്ന് ആ ദിവസം ഒരു ഉറവ യെരുശലേമിൽ തുറക്കും എന്ന് സക്രിയ പ്രവചൻ പറയുന്നത് പോലെ പാപശാന്തിക്കും പാപശുദ്ധീകരണത്തിനുമായി തുറക്കും എന്ന് പറയുമ്പോൾ കർത്താവ് വീണ്ടും വരുമ്പോൾ ആ ഒരു ഡിക്ലറേഷൻ നടത്തും. അതിൻ്റെ ഒരു ചിത്രമാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 19 തൊട്ട് 20 വരെ ഉള്ള വാക്യത്തിൽ നമ്മൾ കണ്ട്. അപ്പോൾ പലയിടത്തും മൽക്കീസദേക്കിന്റെ ക്രമം പ്രകാരം ആണ് യേശുക്രിസ്തു പുരോഹിതനായെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. Thou art my son, today have I begotten thee എന്നുള്ളൊരു വിഷയമേ, നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പുത്രനാകുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാക്യം വളരെ കൺഫ്യൂഷനിങ് ഉള്ളൊരു വാക്യം. ആൾക്കാർ പലപ്പോഴും പറയും, കണ്ടില്ലേ, പിതാവായ ദൈവം ചരിത്രത്തിൽ ഏതോ ഒരു സമയത്ത് കർത്താവിന് ജന്മം നൽകി, കർത്താവിനെ സൃഷ്ടിച്ചു എന്നുള്ളൊരു കാര്യം ഈ ഒരു വാക്യത്തിൽ നിന്ന് പലരും എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ ഫിലെമോന്റെ ലേഖനത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒനേസിമോസിനെ ഞാൻ എൻ്റെ ചങ്ങലയിൽ, കാരാഗ്രഹത്തിൽ ഞാൻ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒനേസിമോസിന് ഫിസിക്കൽ ബർത്ത് കൊടുത്തു എന്നല്ല, മറിച്ച്
ഒരു പുതിയൊരു അപ്പോയിന്റ്മെന്റ്. ഒനേസിമോസ് മുമ്പ് ഏ, ഒരു പ്രയോജനമില്ലാത്തവനൊരു ആയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രയോജനമുള്ളവൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്യം, ഈ ഒരു ടെർമിനോളജിക്ക് രണ്ട് ഫുൾഫിൽമെന്റ് ഉണ്ട്. രണ്ട് ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പൂർത്തീകരണവുമുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാകുന്ന ഇസ്രായേലിന് വേണ്ടിയും ഒരു പൂർത്തീകരണമുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ പൗലോസ് അപ്പോസ്തലൻ ഇതേ വാക്യം, സങ്കീർത്തനം 2 ഇതേ വാക്യം കോട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13 33 തൊട്ട് 34 വരെയുള്ള വാക്യത്തിൽ നമുക്കൊന്ന് കേൾക്കാം. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ മിഷണറി ജേർണിയിൽ പൗലോസ് പ്രസംഗിക്കുന്ന ഇങ്ങനെയാണ്, അല്ലെ, God has fulfilled the same unto us their children. ദൈവം ആ വാക്യം, ആ വാഗ്ദത്തം നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പൊ അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി ആ വാക്യത്തിന്റെ ഫുൾഫിൽമെന്റ്. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്, അല്ലേ? അതുപോലെ തന്നെ എഫേസ്യർക്ക് ലേഖനം അതിന്റെ 2 അധ്യായം 4 തൊട്ട് 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: പാപത്തിലും അതിക്രമത്തിലും മരിച്ചിരിക്കുന്ന നമ്മളെ, നമ്മുടെ സുവിശേഷം കേട്ട് നമ്മൾ വിശ്വസിച്ച മാത്രമേ പിതാവായ ദൈവം എന്ത് ചെയ്തു? പുത്രനോടൊപ്പം നമ്മളെയും ഉയർപ്പിച്ചിട്ട് കർത്താവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? ഇരുത്തിയിരിക്കുകയാണ്. കാണുന്നുണ്ടോ? ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി ആ വാക്യത്തിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് എന്നേക്കും ജീവനോടിരിപ്പാൻ വേണ്ടി ഉയർപ്പിന്റെ ദിവസം, ഉയർപ്പിച്ചതിന്റെ, അതാണ് പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും കർത്താവിന്റെ ക്രൂശ്, കർത്താവിന്റെ മരണം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ കോർണർ സ്റ്റോൺ. മനസ്സിലാകുന്നുണ്ടോ? അതേസമയം ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാകുന്ന ഇസ്രായേലിന് വേണ്ടി അതിൻ്റെ ഒരു വ്യത്യസ്ത പൂർത്തീകരണമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ദിനവൃത്താന്തം 22-ാം അധ്യായം 6 തൊട്ട് 10 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ കൽപ്പന കൊടുത്തു. ദാവീദ് ശലോമോനോട് പറഞ്ഞത്: മകനെ, ഞാൻ തന്നെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ താല്പര്യപ്പെട്ടിരുന്നു. എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്. നീ എന്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു. എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും, അവൻ വിശ്രമ പുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവന്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവന്റെ പേര് ശലോമോൻ എന്ന് ആയിരിക്കും. അവന്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും. ഇസ്രായേലിൽ അവന്റെ രാജാസനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും. ഇതൊരു വാക്യം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദാവീദിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിയണം എന്ന്. എന്നാൽ ദൈവം ദാവീദിനോട് പറയുകയാണ്, നീ വളരെ രക്തം ചിന്തിയ വ്യക്തിയാണ്, നീ വളരെ രക്തം ചിന്തിയ വ്യക്തിയാണ്. ആരോട് പറയുന്നത്? ദൈവം ദൈവം ദാവീദിനോട് പറയുക. ഇതേ കാര്യം ദാവീദ് പ്രായമായപ്പോൾ ശലോമോനെ വിളിച്ച് അടുത്ത് വന്നിട്ട് പറയാ, മകനെ, ഞാൻ വളരെ ആഗ്രഹിച്ചതാ, പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു എനിക്കൊരു മകൻ ഉണ്ടാകും. ബിഹോൾഡ്
എ സൺ ഷാൽ ബി ബോൺ ടു thee, who shall be a man of rest. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തു ദൈവം ദാവീദിനോട് പറയുമ്പോൾ ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്. നിനക്കൊരു മകൻ ഉണ്ടാകും, അവൻ നീ സലോമോൻ എന്ന് പേരിടും, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി, അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. അപ്പോൾ എന്നാണ് പിതാവായ ദൈവം സലോമോനിന് ഒരു പിതാവായി മാറുന്നത്? എന്നാണ് സലോമോൻ പിതാവായ ദൈവത്തിന് ഒരു മകനായി മാറുന്നത്? അതിന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എന്ന് സലോമോൻ ഇസ്രായേലിൻ രാജാവായി വാഴുമ്പോൾ അന്ന് മുതൽ പിതാവായ ദൈവം സലോമോന് ഒരു പിതാവും സലോമോൻ പിതാവായ ദൈവത്തിന് ഒരു മകനുമായി മാറും. മനസ്സിലാവുന്നുണ്ടോ ആ കാര്യം? സലോമോൻ ഓൾറെഡി ജീവനോടിരിക്കുകയാണ്. ദാവീദ് സലോമോനെ വിളിച്ചാണ് പറയുന്നത് ഈ കാര്യം. ഒരു ഫ്യൂച്ചറിൽ നടക്കുന്നൊരു കാര്യമാണ്, ഇല്ലേ? ഇവിടെ സലോമോൻ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച സമയത്ത് കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി നീതിയോടും സമാധാനത്തോടുകൂടി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന ആ ഒരു കാര്യത്തിന്റെ ഒരു നിഴലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക പിന്നീട്. ഈ ഒരു കാര്യം, ടുഡേ ഐ ഹാവ് ബിഗോട്ടൺ ദീ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പ്രവചന കാര്യം 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തു രാജാതി രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നതിനെ കുറിച്ചാണ് പറയുന്നിരിക്കുന്നത്. അതാണ് മണവാട്ടി സഭ എന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു പൂർത്തീകരണം. 2-ാം സങ്കീർത്തനത്തിൽ ഒരു മെസ്സിയാനിക് സാമ, ദാവീദ് അനേക മെസ്സിയാനിക് സാംസ് എഴുതിയിട്ടുണ്ട്. 22-ാമത്തെ സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ്. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? 2-ാമത്തെ സങ്കീർത്തനം വളരെ രസകരമായ ഒരു സങ്കീർത്തനമാണ്. ഇത് 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്ന കാര്യമാണ്. ഭൂരാജാക്കന്മാരെല്ലാരും ദൈവത്തിന്റെ ദേവാലയത്തിൽ അവരുടെ ദാനവും യാഗവുമായിട്ട് വന്നു കഴിഞ്ഞിട്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വം കണ്ടതിന് ശേഷം അവർ തിരികെ പോകുമ്പോൾ അവർ തമ്മിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്കൊന്ന് വായിക്കാം, അതിന്റെ 1 തൊട്ട്. ഇത് സങ്കീർത്തനം 2-ആണ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ രാജാക്കന്മാരെല്ലാം 1000 ആണ്ട് വാഴ്ചയിൽ അവരുടെ ദാനങ്ങളുമായിട്ട് ഗിഫ്റ്റ്സുമായിട്ട് യെരുശലേമിൽ വന്ന് കർത്താവിന്റെ രാജ്യത്തിന്റെ ആ മഹത്വം കാണുമ്പോൾ അവർ തിരികെ പോകുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് നമുക്ക് കിട്ടേണ്ട മഹത്വമാണല്ലോ. ഏതാ? ഒരു റിബല്യൻ അവരുടെ ഹൃദയത്തിൽ വരിക. ഇത് ആരറിയുന്നു? ദൈവം അവരുടെ ഹൃദയത്തിലെ ചിന്തകളെ മനസ്സിലാക്കി ദൈവം എന്തോ ചെയ്യുക? ചിരിക്കുകയാണ്, ഇല്ലേ? എന്നിട്ട് അതിന്റെ 5 തൊട്ട് 7 വരെയുള്ള വാക്യം വായിക്കാം. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാണ് ആ സമയത്ത് സിയോനിൽ വാഴുന്നത്? ക്രിസ്തുവ, ഇല്ലേ? 6-ാം വാക്യത്തിൽ കണ്ടോ, കർത്താവ് വാഴുകയാണ് സിയോൻ പർവ്വതത്തിൽ. ഈ രാജാക്കന്മാർ ദാനങ്ങളുമായിട്ട് അവിടെ വന്നിട്ട് തിരികെ പോകുമ്പോൾ ഉള്ള അവരുടെ ഹൃദയത്തിൽ ഉളവാകുന്ന ഈ മത്സര ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. ഈ വാക്യം പൂർത്തീകരിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി പൂർത്തിയായത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി പൂർത്തിയാകുന്ന കർത്താവ് വാഴുമ്പോഴാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ചിന്തിക്കാം, മൽക്കീസദേക്കിന്റെ ക്രമം എന്തുവായിരുന്നു നോക്കണേ. മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ രാജാവും പുരോഹിതനും ഒരേ സമയത്ത് ഒരുപോലെ
ഇതാണ് ക്രമം. ദ കിങ് ആൻഡ് പ്രീസ്റ്റ് അറ്റ് ദ സെയിം ടൈം. ഇസ്രായേൽ മോശയുടെ നിയമപ്രകാരം ലേവ്യ ഗോത്രത്തിനെ ഒരു പുരോഹിതനാകാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ലേവ്യ ഗോത്രത്തിലുള്ള ഒരു വ്യക്തിക്ക് രാജാവാകാൻ കഴിയുകയില്ല. അവർക്ക് പുരോഹിതൻ മാത്രമേ, പൗരോഹിത്യ വർഗമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ലേവ്യ ഗോത്രത്തിലല്ല ജനിച്ചത്, യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിന് രാജാവാകാൻ കഴിയും, പക്ഷേ പുരോഹിതനാകാൻ കഴിയുകയില്ല. അതേസമയം മൽക്കീസദേക്കോ താൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നപ്പോൾ തന്നെ ശാലേം നഗരത്തിന്റെ രാജാവും കൂടിയായിരുന്നു. അതാണ് ക്രമം. ആ ക്രമത്തിലാണ് ക്രിസ്തു രാജാവും പുരോഹിതനും ഒരേ സമയത്തായത്. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, രാജാവായിരുന്ന ഉസിയായും ശൗലും ഒക്കെ ഒരു സമയത്ത് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കയ്യേറ്റം നടത്താൻ ശ്രമിച്ചു. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരികയുണ്ടായി, ഇല്ലേ? ഉസിയ കുഷ്ഠരോഗിയായി മാറുകയുണ്ടായി. ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമേ. അപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ കിങ് ആൻഡ് പ്രീസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അതാണ് ക്രമം. നമുക്ക് തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രവചന പദ്ധതിയുടെ ഭാഗമായിരുന്നു. യെരമ്യാ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച സമയത്തെക്കുറിച്ചുള്ള വർണ്ണനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെക്കണം. ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ആ ഒരു വാക്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. വായിക്കാം. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ആരാണ് ഈ മുള? യഹോവ നമ്മുടെ നീതി. അത് ക്രിസ്തുവാണ് ഈ മുള, ക്രിസ്തുവാണ് ഈ ബ്രാഞ്ച്, ദാവീദിന്റെ മുള. അപ്പോൾ എങ്ങനെയാണ് ഈ കർത്താവ് വാഴാൻ പോകുന്നത്? രാജാവായിട്ട് വാഴും എന്നുള്ളൊരു ഡിക്ലറേഷനാണ്. എന്നാണ് വാഴുന്നത്? ഈ രാജാവ് വാഴുമ്പോൾ യഹൂദയും ഇസ്രായേലും സ്വസ്ഥമായിട്ട് പാർക്കുന്ന ഒരു സമയമാണ്. അതേതാണ്? 1000 ആണ്ട് വാഴ്ചയാണ്. അപ്പൊ കണ്ടോ, ഒരു പ്രവചനം കണ്ടോ, ക്രിസ്തു രാജാവായി വാഴും എന്നുള്ളത്. നമുക്കടുത്ത വാക്യം സക്കറിയ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 12ഉം 13ഉം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്യമാണ്. ക്രിസ്തു ദേവാലയം പണിയും, പ്രിയമുള്ളവരെ. ഇനിയും ഈ മഹോപദ്ര സമയത്തും ഈ റാപ്ചറിന് ശേഷം ആന്റൈക്രൈസ്റ്റ് ഈ ദേവാലയം ഒന്ന് പണിയും. പക്ഷെ പിന്നീട് മഹോപദ്ര കാലത്ത് ഈ ദേവാലയം ഇടിച്ചു പൊളിച്ചു കളയും, യാഗം നിർത്തലാക്കും, അതെല്ലാം. പക്ഷെ കർത്താവ് ദേവാലയം വീണ്ടും പണിയും. മനസ്സിലാകുന്നുണ്ട്? അതായത് മുള വീണ്ടും വളർന്ന് ദേവാലയം പണിയും. ഇത് വാക്യത്തിൽ കണ്ടില്ലേ, 13-ാമത്തെ വാക്യത്തിൽ and even he shall build the temple of the Lord, and he shall bear the glory, and shall sit and rule upon his throne, and he shall be a priest upon his throne. സിംഹാസനത്തിൽ രാജാവായി വാഴുമ്പോൾ തന്നെ സിംഹാസനത്തിൽ ഒരു പുരോഹിതനുമായിരിക്കും, സമാധാനവും ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യമാണ്. അടുത്തത് യെശയ്യാ 11-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്.
ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. Praise the Lord. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, കർത്താവ് എങ്ങനെ നീതിയോടെ പൗരോഹിതനും രാജാവുമായിരിക്കും, നാട് മുഴുവനും സമാധാനം ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ 6-ാമത്തെ വാക്യം അത് പറയുന്നത് അതേത് കാലത്ത് നടക്കും എന്നാണ്? 1000 ആണ്ട് വാഴ്ചയുടെ സമയത്താണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇതിൻ്റെ 4ഉം 5ഉം വാക്യത്തിൽ ദൈവം തൻ്റെ വാക്കുകൊണ്ട് അല്ലേ, അവൻ്റെ വാക്കിനാൽ ശത്രുക്കളെ നശിപ്പിക്കും. അതെപ്പോഴാണ് നടക്കുന്നത്? 1000 ആണ്ട് വാഴ്ചയുടെ അവസാന കാലഘട്ടത്തിൽ ഒരു ചുരുങ്ങിയ സമയത്തിന് വേണ്ടി സാത്താനെ ദൈവം അഴിച്ചു വിടുമ്പോൾ അവൻ വീണ്ടും ലോകമെങ്ങും കറങ്ങി അനേകരെ വഞ്ചിച്ച് യെരുശലേമിൽ വസിക്കുന്ന ദൈവത്തിനെതിരെ വലിയൊരു സംഘർഷം നടത്തും. ഒരു യുദ്ധത്തിനായി വരുമ്പോൾ ആ യുദ്ധം അർമഗദോൻ, അവസാനത്തെ അർമഗദോൻ യുദ്ധത്തിൽ ദൈവം കർത്താവ് തൻ്റെ ശ്വാസത്താലാണ്, മൂക്കിലെ ശ്വാസത്താലാണ് തൻ്റെ എതിരികളെ നശിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം രാജാവും പുരോഹിതനുമായി വാഴും എന്നുള്ളൊരു കാര്യം ഒരു പ്രോഫസി പ്രോഗ്രാമാണ്. അടുത്ത കാര്യം, അഹരോന്യ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് എ സബോർഡിനേറ്റ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹെബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെ ഉള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മൽക്കീസദേക്ക് ഒരു മിസ്റ്റീരിയസ് വ്യക്തിയായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. മൽക്കീസദേക്കിന് അബ്രഹാം സകലതിലും ദശാംശം കൊടുക്കുകയാണ്, അല്ലേ? ദശാംശം കൊടുക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ചെറിയവൻ വലിയവനാണ് ദശാംശം കൊടുക്കുന്നത്, അല്ലേ? ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഹെബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 4 തൊട്ട് 7 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10-1 കൊടുത്തുവല്ലോ. ലേവിപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോട് ആകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചും ഇരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതും ഇല്ലല്ലോ. ഉയർന്നവൻ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തതിന് ശേഷം അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 8ഉം 9ഉം 10ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ലേവി മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. ലേവി എത്രയോ വർഷത്തിന് ശേഷമാണ് ലേവി ജനിക്കുന്നത്, അല്ലേ? അബ്രഹാമിന്റെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മോശയും ലേവിയും ഒക്കെ ജനിക്കുന്നത്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ മൽക്കീസദേക്ക് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ ഒരു പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റാ, ഒരു ക്രിസ്റ്റോഫനിയ, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ ഒരു നിഴലാണ്. അപ്പോൾ അഹരോന്യ പൗരോഹിത്യം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമം അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠം എന്നുള്ളൊരു കാര്യമാണ്
അവിടെ വെളിപ്പെടുന്നത്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രകാരം കർത്താവായ യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഉള്ളൊരു പുരോഹിതനാണ്. അതേസമയം അഹരോന്യ ക്രമത്തിൽ ഉള്ള പുരോഹിതന്മാര് അവർക്ക് എന്തുണ്ടായിരുന്നു? അവർ പ്രായമാകുമ്പോൾ അവർ മരിക്കുകയാണ്, ഇല്ലേ? പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതാണ് ഈ ഭാഗത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 27 തൊട്ട് 28 വരെയുള്ള വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അഹരോന്യ ക്രമത്തിലുള്ള പുരോഹിതന്മാര് അവർക്ക് അവരുടേതായ പാപഭാരങ്ങൾ ഉണ്ടായിരുന്നു. അവരാദ്യം അവർക്ക് വേണ്ടി ഒരു യാഗം, പാപപരിഹാര യാഗം അർപ്പിച്ചതിന് ശേഷമാണ് ജനത്തിനു വേണ്ടി യാഗം അർപ്പിക്കാൻ പോകുന്നത്. അതേസമയം കർത്താവ് അങ്ങനെയല്ലായിരുന്നു. അവൻ പാപരഹിതനായിരുന്നു, ഇല്ലേ? ഹി വാസ് സിൻലെസ്. നമുക്ക് ആ ഒരു വാക്ക് ഒന്ന് വായിക്കാം. ഹെബ്രായർക്കെതിരെ 7:27 തൊട്ട് 28 വരെയുള്ള വാക്യം. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് പുരോഹിതനായത്? ദൈവത്തിന്റെ ഒരു ഓത്ത്, ഒരു കൽപ്പനയാലാണ്, അല്ലേ? ബാക്കിയുള്ളവര് അഹരോന്യ പുരോഹിതന്മാർ ന്യായപ്രമാണത്താലാണ്. ന്യായപ്രമാണം ആരെയും എന്ത് ചെയ്യുന്നില്ല? ശുദ്ധീകരിക്കുന്ന, ആരെയും പെർഫെക്റ്റ് ആക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മുൻപോട്ട് പഠിക്കാം. കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠമായ ഒരു യാഗവുമായിട്ടാണ് പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിച്ച്. ബാക്കിയുള്ള പൗരോഹിതന്മാർ ആടുകളുടെയും മാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടാണ് വരുന്നത്. പക്ഷേ ക്രിസ്തുവോ ഒരു മികച്ച യാഗമായി തീരുക. കർത്താവ് എന്തോ തന്നെത്താൻ ഒരു യാഗമായിട്ട് അർപ്പിക്കുകയാണ്. തൻ്റെ പരിശുദ്ധ രക്തത്താലാണ് കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയ്ക്ക് വരുന്നത്. നമുക്ക് ഹെബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 11 തൊട്ട് 14 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശു ഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര അധികം, ഇല്ലേ? ആടുകളുടെയും മാടുകളുടെയും രക്തം അത് ഒരു വർഷത്തേക്ക് ആൾക്കാർക്കൊരു പാപ പരിഹാരം കൊടുക്കുമായിരുന്നു. വീണ്ടും അടുത്ത വർഷം വീണ്ടും അവർക്ക് വരണം ദേവാലയത്തിൽ. പക്ഷെ കർത്താവോ തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ എന്നേക്കും വീണ്ടെടുത്തിരിക്കുന്നു, ഇല്ലേ? എറ്റേണൽ റിഡംഷൻ ആണ് ക്രിസ്തുവിൽ കൂടി നമുക്കുള്ളത്, പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, അഹരോന്യ പൗരോഹിത്യത്തിൽ യാഗങ്ങൾ ഉണ്ടെങ്കിലും പാപത്തിന്റെ ഓർമ്മ അവിടെ ഉണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 തൊട്ട് 20 വരെ ഉള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടില്ലേ? ന്യായപ്രമാണത്തിന് ആരെയും പെർഫെക്റ്റ് ആക്കാൻ കഴിയുകയില്ല.
ഇല്ലേ? ഫോർ ദ ലോ, അതിന്റെ 19-ാമത്തെ വാക്യം എന്തോ, ഫോർ ദ ലോ മെയ്ഡ് നത്തിങ് പെർഫെക്റ്റ് ബട്ട് ദ ബ്രിങ്ങിങ് ഇൻ ഓഫ് എ ബെറ്റർ ഹോപ്പ് ഡെഡ് ബൈ ദ വിച്ച് വി ഡ്രോ നൈ ടു ഗോഡ്. അതേ കാര്യം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ഹെബ്രായർ 10, 1 തൊട്ട് 7 വരെ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചുവരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അതിന്റെ ഹെബ്രായർക്ക് ലേഖനം 10-ന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യം കൂടെ വായിക്കാം. ന്യായപ്രമാണ പ്രകാരം കഴിച്ചുവരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടില്ലേ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു യാഗത്താൽ നാം എന്നേക്കും നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ എന്നേക്കും ശുദ്ധീകരിച്ചിരിക്കുന്നു. സാങ്ക്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? വേർപാടുന്നാണ്, അല്ലേ? വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മളെ പിതാവായ ദൈവം ആദാമിൽ നിന്നെടുത്ത് ക്രിസ്തുവിലേക്ക് ആക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മളെ കൃപയിലേക്ക്, ക്രിസ്തുവിന്റെ കൃപയിലേക്ക് നമ്മളെ നീക്കുകയാണ്. അതാണ് ദ സാങ്ക്ടിഫിക്കേഷൻ, അല്ലേ? ഇത് നാം വിശ്വസിക്കുന്ന മാത്രം പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനമേൽപ്പിക്കുകയാണ്, ഇല്ലേ? അതാണ് നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11 തൊട്ട് 18 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ, കർത്താവ് ഒരു നാളും ഇസ്രായേൽ മക്കളുടെ പാപം എപ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നത്? കർത്താവിന്റെ 2-ാം വരവിങ്കൽ, ഇല്ലേ? അവിടെ കർത്താവിനെ വിശ്വസിക്കുന്നവർ അന്ത്യം വരെയും ദ കിങ്ഡം പ്രോഗ്രാം, രാജ്യത്തിന്റെ പദ്ധതിയിൽ പ്രകാരം അന്ത്യം വരെയും വിശ്വസ്തയോട് നിൽക്കുന്നവരുടെ പാപങ്ങളെ കർത്താവ് അവിടെ പോക്കി അവരുടെ പാപങ്ങളെ ഇനി ഒരു നാളും ഓർക്കുകയില്ല, ഇല്ലേ? അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി എങ്ങനെ നാം രക്ഷിക്കപ്പെട്ട മാത്രമേ, ഇല്ലേ, നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായി കർത്താവ് നീക്കി. ഇന്ന് പിതാവായ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളിൽ കാണുന്ന പുത്രനാം കർത്താവിന്റെ നീതീകരണമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസമാണ് ഇന്ന് നമ്മളിൽ കാണുന്നത്. ഇന്ന് നാം ഓരോരുത്തരെയും പിതാവായ ദൈവം നോക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം കർത്താവിനോട് സ്നാനമേറ്റ നാം ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു?
ധരിച്ചിരിക്കുന്നു. അത് ഏത് സ്നാനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഏതാ? പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിക്കുന്ന ആ സ്നാനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഇപ്പോൾ ക്രിസ്തുവെ ധരിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ പിതാവായ ദൈവം ഓർക്കുന്നില്ല. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാൽവറി ക്രൂശിൽ എന്താണ് ചെയ്തത്? നമുക്ക് വിപരീതമായിരുന്ന കൽപ്പനകളെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തറച്ച് തൻ്റെ രക്തത്താൽ അതിനെ മായ്ച്ചു കളഞ്ഞു. ഇല്ലേ? അതിനെ നടുവിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? കൽപ്പനകളും ചട്ടങ്ങളും നമുക്ക് വിരോധമായിരുന്നതിനെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉടമ്പടി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ ശ്രേഷ്ഠമാണ്. നമുക്ക് വായിക്കാം ഈ ഒരു ഭാഗം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3 കാര്യം ഇല്ലേ? an excellent ministry. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ എക്സലന്റ്. ആരെക്കാളും? അഹരോന്യ പഴയ ഉടമ്പടിയെക്കാട്ടിൽ ബെറ്റർ. രണ്ടാമത്തേത് എ ബെറ്റർ കവനന്റ് which is established upon a better promise. ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 18 തൊട്ട് 29 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ നമ്മളത് വായിക്കുന്നില്ല. 3 പ്രധാന കാര്യങ്ങൾ പറയുകയാണ്. ബട്ട് ye are come unto Mount Zion. പക്ഷെ നിങ്ങൾ സിയോൻ പർവ്വതത്തിലേക്ക് വന്നിരിക്കുന്നു. അല്ലേ? ജീവനുള്ള ദൈവത്തിന്റെ നഗരത്തിലേക്ക് വന്നിരിക്കുന്നു. അടുത്തത് എന്തുവാ? സ്വർഗീയ യെരുശലേമേക്ക് വന്നിരിക്കുന്നു എന്നാണ് കർത്താവിന്റെ ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ. ബാക്കിയുള്ളതൊക്കെ ഈ ഭൂമിയിലായിരുന്നു. അഹരോന്യ ശുശ്രൂഷ ഈ ഭൂമിയിലായിരുന്നു. കൈകളാൽ പണിത കൂടാരത്തിലായിരുന്നു അഹരോന്യ ശുശ്രൂഷ ചെയ്തത്. എന്നാൽ കർത്താവോ സ്വർഗീയമായത്, മനുഷ്യന്റെ കൈകളാൽ നിർമ്മിക്കപ്പെടാത്ത സ്വർഗീയ കൂടാരത്തിൽ, ആ ടാബർനാക്കിലാണ് കർത്താവ് ശുശ്രൂഷ ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എങ്ങനെ കർത്താവിന്റെ പൗരോഹിത്യം എങ്ങനാണ് അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠം. അല്ലെ? ബെറ്റർ മിനിസ്ട്രി, എ ബെറ്റർ കവനന്റ്, എ ബെറ്റർ പ്രോമിസ്. അവനിൽ ആശ്രയിക്കുന്നവരെ എന്നേക്കുമായി അവൻ ശുദ്ധീകരിച്ച് അവരുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നുമില്ല. ഇന്ന് നമുക്ക് ആ ബ്ലെസ്സിങ് ഉണ്ട്. എത്ര സൗഭാഗ്യമാണ് ഇന്ന് നമ്മൾ ആ കൃപയുടെ സുവിശേഷം കേട്ട് നാം വിശ്വസിക്കുമ്പോൾ പിതാവ് നമ്മുടെ പാപങ്ങളെ ഒരു നാളും ഓർക്കുന്നില്ല. എത്ര മനോഹരമായ ശുശ്രൂഷയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ. പ്രിയമുള്ള ഒരു ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ securejc@gmail.com securejc@gmail.com നിങ്ങൾക്ക് അയക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.